പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു ചിക്കൻ മന്തിയാണ് ഇന്നുണ്ടാക്കുന്നത്. ചില റെസ്റ്റോറൻറ്റുകളിൽ നല്ല കുഴിമന്തി കിട്ടാറുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ വെറുതെ രൂപ പോയല്ലോ എന്ന് ചിന്തിക്കാറുണ്ട്. നല്ല ടേസ്റ്റുള്ള മന്തി വീട്ടിൽ നമുക്കുണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഗോൾഡൻ സെല്ല റൈസാണ് ഏറ്റവും നല്ലത് കുഴിമന്തി ഉണ്ടാക്കാനായിട്ട്. 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ കഴുകിയതിന് ശേഷം 20 മിനിറ്റ് കുതിരാനായിട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കാം. ചിക്കനിൽ പുരട്ടേണ്ട മസാല ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. 8 ഏലക്ക, 8 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം പട്ട, 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം, സാദാ ജീരകം, 1 ടീസ്പൂൺ ഷാജീര, ചെറിയ കഷ്ണം ജാതിക്ക കൂടി ചേർത്തിട്ടുണ്ട്. ഒരുപാട് മൂത്തു പോകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടാക്കി തണുത്തതിന് ശേഷം ഇതുപോലെ പൊടിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഈ മസാല കുഴച്ചെടുക്കുന്നതിന് ആവശ്യമായ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ആവശ്യമുള്ള ഉപ്പും ചേർത്ത് 1 നാരങ്ങയുടെ പകുതി ജ്യൂസ് കൂടി ചേർക്കാം. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ തന്നെ ചേർക്കണം. കൂടുതൽ ടേസ്റ്റ് ഒലിവ് ഓയിൽ ചേർക്കുമ്പോഴാണ്. 1/2 ടീസ്പൂൺ റെഡ് ഫുഡ് കളർ കൂടി ചേർക്കുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂറെങ്കിലും വെച്ചിരിക്കണം. 1 ടീസ്പൂൺ ഓയിൽ കൂടി ചേർക്കാം. വീഡിയോ കാണുന്ന കൂട്ടുകാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. മസാല നല്ലതുപോലെ ചിക്കനിൽ പിടിക്കുന്നതിന് വേണ്ടി ഫോർക്ക് കൊണ്ട് ഇതുപോലെ കുത്തിയതിന് ശേഷം മസാല പുരട്ടി വയ്ക്കാം. ആവശ്യമുള്ള മസാല ചിക്കനിൽ ചേർത്ത് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ തിരുമ്മി ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നത് വിട്ടുപോയിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി യോജിപ്പിക്കാം. 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. മന്തി ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം ഇതുപോലെ മസാല പുരട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇത് 1 മണിക്കൂറെങ്കിലും വെച്ചിരിക്കണം. റൈസ് ചേർക്കുന്നതിന് വേണ്ടി 1 സവാള, 1 ടൊമാറ്റോ, 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇത്രയും നല്ലതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ പീസുകൾ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യാം. ചിക്കൻ ഒരുപാട് മുരിഞ്ഞു പോകേണ്ട. രണ്ടാമത് ഒരിക്കൽ കൂടി ഫ്രൈ ചെയ്യും. ചിക്കൻ്റെ ജ്യൂസ് ഈ എണ്ണയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയാണ് ആദ്യം ഒന്നിങ്ങനെ ഫ്രൈ ചെയ്യുന്നത്. നല്ലതുപോലെ ടൈറ്റായി അടയ്ക്കരുത്. ഇതുപോലെ വെച്ചിരുന്നാൽ മതി. 2 വശവും ഇതുപോലെ തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ പീസുകൾ എടുത്തു മാറ്റിയതിന് ശേഷം ഈ പാത്രത്തിൽ തന്നെയാണ് റൈസ് കുക്ക് ചെയ്യുന്നത്. നല്ലതുപോലെ ഫ്രൈ ചെയ്താൽ മസാല ഡാർക്ക് നിറമാകും. അതിലേക്ക് നമ്മൾ റൈസ് ഇടുമ്പോൾ റൈസിനും അതേ നിറം വരും. അങ്ങനെ വരാതിരിക്കാനാണ് ചിക്കൻ പീസുകൾ എടുത്തു മാറ്റി പിന്നീട് ഒന്നുകൂടി ഫ്രൈ ചെയ്യുന്നത്. ചിക്കൻ പീസുകൾ ഇത്രയും വലുപ്പമുള്ളത് കൊണ്ട് ഉൾവശം കുറച്ചുകൂടി സമയമെടുക്കും വെന്ത് കിട്ടാനായിട്ട്. ചിക്കൻ പീസുകൾ വേറൊരു പാനിലേക്ക് മാറ്റി വളരെ കുറച്ച് ഓയിൽ ഒഴിച്ച് ലോ ഫ്ലെയിമിൽ നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കാം. ബാക്കി വന്ന ഓയിലിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞ് സവാള ചേർത്ത് വഴറ്റാം. കുറച്ചൊന്ന് സോഫ്റ്റ് ആയാൽ മതി. അതിനുശേഷം ക്യാപ്സിക്കും തക്കാളിയും ചേർത്ത് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്തു നോക്കണം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് തന്നെയാണ്. പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഒന്ന് ചെയ്തു നോക്ക്, ഇഷ്ടമാകും. ചിക്കനിൽ പുരട്ടിയ സെയിം മസാല 1 ടീസ്പൂൺ ഇതിൽ ചേർത്തിട്ടുണ്ട്. മല്ലിയിലയും 1 പിടി പുതിനയിലയും ചെറുതായി അരിഞ്ഞത് കൂടി ചേർക്കാം. ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരുന്ന റൈസ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റണം. ഈ സമയം ഫ്ലെയിം മീഡിയത്തിന് മുകളിലായിരിക്കണം. 1 മിനിറ്റെങ്കിലും ഇതുപോലെ മിക്സ് ചെയ്യണം. 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 4 ഗ്ലാസ് വെള്ളം ഈ സമയത്ത് ചൂടാക്കി വെച്ചിരിക്കണം. തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മന്തിയുടെ പ്രധാന ഐറ്റമായ ഉണക്ക നാരങ്ങ
അത് ഒരെണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായി ഒന്ന് പൊട്ടിച്ച് കൊടുക്കാം. സെല്ല റൈസ് വെന്ത് കുഴഞ്ഞു പോകുന്നതല്ല. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് തിളപ്പിച്ച വെള്ളമാണ് ചേർക്കുന്നത്. റൈസിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. കുറച്ച് മസാല കൂടി ചിക്കനിൽ മുകളിൽ തേച്ച് പിടിപ്പിച്ച് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതി. റൈസ് ഇപ്പോൾ തുറന്നു നോക്കാം. ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിലായിരിക്കണം. അടിക്ക് പിടിക്കാതെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇത്രയും മതിയാകും. റൈസിന് മുകളിൽ 2-3 പച്ചമുളക് കൂടി ഇടാം. ഇതിലിടുന്ന പച്ചമുളക് ചേർത്ത് റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസെല്ലാം ഇതിന് മുകളിലേക്ക് വയ്ക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കണം. ചെറിയൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാനായിട്ട് ചിരട്ട കത്തിച്ച് അത് ഒരു പാത്രത്തിലേക്ക് അതിൻ്റെ കനലെടുത്തിട്ട് വയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലോ നെയ്യോ ഒഴിച്ചു കൊടുത്താൽ മതി. ഉടനെ തന്നെ അടച്ചു കൊടുക്കണം. ഇതിനകത്തുള്ള പുകയെല്ലാം മാറിക്കഴിയുമ്പോൾ എടുക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാവരും വീട്ടിൽ മന്തി ഉണ്ടാക്കാറുണ്ട്. എങ്കിലും ഇതുപോലെ ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം മന്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ. മന്തിയോടൊപ്പം കഴിക്കാൻ മയോണീസിനേക്കാളും ഇതുപോലൊരു പുതിന ചമ്മന്തി ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.